Hi, welcome to Delta Carz. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ലാത്തൊരു പുതിയ പ്രൊഡക്റ്റാണ്. നമ്മൾ ഡെൽറ്റയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണം, യൂസ്ഫുൾ ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. ഇതൊരു വെൽ പാക്ക്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് വരുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ ക്വാളിറ്റി. ആ ബോക്സിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരു പ്രീമിയം ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഓൾറെഡി ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന 2 ടാറ്റ കേബിൾ വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിൽ ചിലപ്പോൾ സി പോർട്ടായിരിക്കും വരിക, ചിലപ്പോൾ നമ്മുടെ USB പോർട്ടായിരിക്കും വരിക. അപ്പോൾ രണ്ടിലേക്കും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന 2 കേബിൾസും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിൽ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റീരിയോയിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് പ്രോസസ്സ്. പിന്നെ കൂടാതെ തന്നെ ഇതിലത്തെ ഫംഗ്ഷൻസ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഓൾറെഡി നമുക്ക് സിം ഇടാൻ പറ്റും. അപ്പോൾ സിം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി സിം ഇട്ട് കഴിഞ്ഞാൽ നെറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വൈഫൈ നമ്മുടെ ഹോട്ട്സ്പോട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ മൊബൈൽ ഉപയോഗിക്കാണ്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഓൾറെഡി 4 GB-യും 64 ഇതിൻ്റെ ഇൻറ്റേർണൽ വരുന്ന മെമ്മറി സ്റ്റോറേജ്. അപ്പോൾ നമ്മുടെ ഓൾറെഡി ഉള്ള കമ്പനി സ്റ്റീരിയോന് ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനും പറ്റും. നമ്മുടെ USB പോർട്ടിലേക്കുള്ള ഈ വയർ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ USB പോർട്ട് ഏതാണോ, സി പോർട്ടാണോ നമ്മുടെ നോർമൽ പോർട്ടാണോ, അതിലേക്ക് ജസ്റ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി. ഇത് ഓട്ടോമാറ്റിക്കലി ആൻഡ്രോയിഡ് ആയിട്ട് കൺവേർട്ട് ആവും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സ്റ്റീരിയോയിൽ 2 ഓപ്ഷൻ ഉണ്ടാവും. ആപ്പിൾ കാർപ്ലേ, അതുപോലെ ഫോൺ കണക്ട് ചെയ്യാനുള്ള പ്ലേ. ഏതാണോ നമ്മുടേതുള്ളത് അതിനനുസരിച്ചായിരിക്കും ആ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഡിവൈസ് വർക്ക് ചെയ്യുക. അപ്പോൾ ചിലവർക്ക് സംശയം ഉണ്ടാവും, ഇനി കമ്പനി ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയിലുള്ള ഫങ്ഷൻസ് ഒക്കെ പോവോ, ഓട്ടോമാറ്റിക്കലി ആൻഡോ? ഒരിക്കലും ഇല്ല. നമ്മുടെ ഓൾറെഡി ഉള്ള ഫങ്ഷൻസ് അതുപോലെ തന്നെ അതിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ആപ്പിൾ കാർപ്ലേ അതുപോലത്തെ ഫംഗ്ഷൻ ഓൺ ആക്കുമ്പോൾ മാത്രമാണ് ഈ ഡിസ്പ്ലേയിലേക്ക് പോവുക. പിന്നെ അതിനുശേഷം അതിലത്തെ ഫങ്ഷൻസ് എല്ലാവർക്കും നമ്മുടെ ആൻഡ്രോയിഡായിട്ട് മാറും. പിന്നെ കൂടാതെ തന്നെ ഇത് നമ്മുടെ ഫുൾ ടച്ച് കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ നിന്നിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയാം. നമ്മളെല്ലാവരും ലാപ്ടോപ്പ് ഉപയോഗിക്കാറില്ല. അപ്പോൾ ലാപ്ടോപ്പിൽ നമ്മൾ സ്റ്റോറേജ് കൂട്ടാൻ വേണ്ടി എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാറിലെ ഇൻഫോർട്ടൈൻ സിസ്റ്റത്തിലേക്ക് ജസ്റ്റ് USB കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആൻഡ്രോയിഡായിട്ട് മാറ്റാം. വെരി സിമ്പിൾ. അപ്പോൾ നമ്മുടെ ഐറ്റം തകർപ്പൻ പൊളിസാനല്ലേ. അപ്പോൾ ഈ ഐറ്റം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. യൂസ്ഫുൾ ഉള്ള ഐറ്റമാണ്. നമുക്ക് അധികം ഒരുപാട് സമയം മെനക്കെടുത്താണ്ട് നമ്മുടെ കമ്പനി ഇൻഫോർട്ടൈൻ സിസ്റ്റത്തിന് നമുക്ക് മാറ്റാൻ പറ്റും. ഒരു പ്രധാന കാര്യം വിട്ടുപോയി, നമ്മുടെ കമ്പനി ഇൻഫോർട്ടൈൻ സിസ്റ്റത്തിൽ ഇപ്പോൾ പുതിയ വണ്ടികളിലൊക്കെ പല സെൻസേഴ്സൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മാറ്റാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണത്. കമൻറ്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്നും മറക്കണ്ട. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഓൺലൈൻ സെയിൽസും കാര്യങ്ങളൊക്കെ അടിപൊളി നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ എവിടേക്ക് നമ്മുടെ കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ്. ബൈ ബൈ. ഡെൽറ്റ.